തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 10 പേർ മരിച്ചു. 10-ലധികം പേർക്ക് പരുക്കേറ്റു. വിരുദുനഗറിലെ വെമ്പക്കോട്ടയിലാണ് അപകടമുണ്ടായത്. മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി. മനേഷ്, എന്താണ് അപകടത്തിന് കാരണം? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുൻപായാണ് ഈ ഒരു അപകടം നടക്കുന്നത്. 9 പേരുടെ മരണമായിരുന്നു ആദ്യം സ്ഥിരീകരിച്ചത്. അതിൽ 5 പുരുഷന്മാരും 5 സ്ത്രീകളും 4 പുരുഷന്മാരുമായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിലുള്ള ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. അങ്ങനെ 10 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 10 പേർ 9 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് ഈ വിരുദുനഗറിലുള്ള മുത്തുസ്വാമിപുരം എന്ന് പറയുന്നത്, വെമ്പക്കോട്ടയ്ക്ക് അടുത്തുള്ള മുത്തുസ്വാമിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വിജയൻ എന്നയാളുടെ പേരിലുള്ള പടക്ക നിർമ്മാണശാലയാണ്. ഏകദേശം 60-ലധികം മുറികളുണ്ട് അവിടെ. അതിൽ ഒരു മുറിയിലാണ് ഇന്നിപ്പോൾ ഈ ഉച്ചയ്ക്ക് മുമ്പായി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അത് പ്രാഥമികമായി ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഒക്കെ പറയുന്നത് രാസമിശ്രിതം തയ്യാറാക്കുമ്പോൾ ഉണ്ടായ ഘർഷണം, അങ്ങനെയാണ് അവിടെ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. 4 മുറികൾ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഈ മുറികൾക്കുള്ളിൽപ്പെട്ടവരാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. അതിൽ 9 പേരും തത്സമയം അവിടെ തൽക്ഷണം തന്നെ മരിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. കാരണം ഈ കെട്ടിടങ്ങൾക്കുള്ളിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ പരിശോധന നടന്നു വരികയാണ്. എന്തായാലും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. കാരണം 60 മുറികളുള്ള സ്ഥാപനമാണ്. മാത്രമല്ല 200-ലധികം തൊഴിലാളികൾ അവിടെ ജോലിയെടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്തുള്ള തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും പരിശോധിച്ച് വരികയാണ്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 9 പേർക്ക് പരിക്കേറ്റുണ്ട്. 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ പടക്ക നിർമ്മാണശാല ഉടമയായിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന ആൾക്കെതിരെ സാത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. അനുജ, ഇത് ലൈസൻസോടെ പ്രവർത്തിച്ച സ്ഥാപനമാണോ, മറ്റൊന്ന് മരണമടഞ്ഞവർ അവിടുത്തെ തൊഴിലാളികളാണോ? അങ്ങനെയൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ മനേഷ്? അനുജ, എല്ലാവരും തൊഴിലാളികൾ തന്നെയാണ്. ഈ കെട്ടിടത്തിനകത്ത് തൊഴിലെടുത്തിരുന്ന ആളുകൾ തന്നെയാണ്. ഈ മരിച്ച 10 പേരും പരിക്കേറ്റവരും തൊഴിലാളികൾ തന്നെയാണ്. അവിടുന്ന് പുറത്തു നിന്നുള്ള ആളുകളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്നും പ്രാഥമികമായും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് ലൈസൻസോട് കൂടി, കാരണം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. വിന്നർ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ലൈസൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ അവിടെ പാലിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പടക്കം നിർമ്മിക്കുന്നതിന്, പ്രത്യേകിച്ചും ഈ രാസമിശ്രിതം തയ്യാറാക്കുന്നതിനൊക്കെ കൃത്യമായ ഒരു സമയപരിധി നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈ പകൽ സമയങ്ങളിൽ പാടില്ല, അത് പുലർച്ചെ കാലങ്ങളിൽ അത് ചെയ്ത് അത് അവസാനിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നേരത്തെ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലകളിൽ അതൊന്നും തന്നെ പാലിക്കപ്പെടാറില്ല. ഏറ്റവും പ്രധാനമായും ഈ രീതിയിലുള്ള അപകടങ്ങളാണ് തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലയിൽ നടക്കാറുള്ളത്. അത് രാസമിശ്രിതം തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം, അതിലൂടെ ഉണ്ടാകുന്ന തീപിടുത്തം, അങ്ങനെയാണ് പല ഇടങ്ങളിലും ഈ ഒരു അപകടം നടക്കാറ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ വൈദ്യുതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വളരെ വിരളമായി മാത്രമാണ് അപകടങ്ങൾ നടക്കാറ്. പൂർണ്ണമായും ഇത്തരത്തിലാണ്. മാത്രമല്ല നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയപരിധിക്കപ്പുറം ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് അത്തരത്തിലുള്ള അപകടങ്ങൾ സ്ഥിരമായി തന്നെ തമിഴ്നാട്ടിൽ സംഭവിക്കാറ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ലൈസൻസ് ഉണ്ട്, ഈ സ്ഥാപനത്തിൽ ലൈസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. പക്ഷേ തൊഴിലാളികളുടെ സുരക്ഷിതത്വം, ആ സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ അവിടെ പാലിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിക്കുന്നു. മാത്രമല്ല അവിടെ ഈ പറഞ്ഞ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും ഇപ്പോൾ പരിശോധന തുടരുകയാണ്. തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിലാണ് 10 പേർ മരിച്ചത്, 9 പേർക്ക് പരുക്കേറ്റു. ചിലരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. വിരുദുനഗറിലെ വെമ്പക്കോട്ടയിലാണ് അപകടമുണ്ടായത്. പടക്കശാല ഉടമസ്ഥനെതിരെ പോലീസ് കേസെടുത്തു.